ഗൈസ് അപ്പം നമ്മുടെ തൊട്ടുപുറകെ കാണുന്ന ബോർഡ് കണ്ടോ, വെൽക്കം ടു മൂന്നാർ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. രാവിലെ 7 മണിയായില്ല, 7 മണിയാകാൻ ഏകദേശം ഒരു 5 മിനിറ്റുകളുണ്ട്. ദേവുട്ടി, നമ്മൾ എവിടെ നിൽക്കുന്നത്? പാല ബൈപ്പാസിലാണ് ഞങ്ങൾ കേട്ടോ. പാല ബൈപ്പാസിൻ്റെ ഒരു ഹൈ റേഞ്ച് പോലത്തെ ഒരു ഏരിയ നിൽക്കുവാണ്. നമ്മൾ എങ്ങോട്ട് പോകുന്നു പറയൂ? അതെ ഗൈസ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ മൂന്നാർ പോകണം. ഞങ്ങൾ രണ്ടുപേരല്ല, ഞങ്ങൾ 3 പേരും കൂടെ മൂന്നാർ പോവാണ് ഗൈസ്. ഞങ്ങളുടെ ലൈഫിലെ ഒരു ഫസ്റ്റ് ലോങ് ട്രിപ്പാണ് ഞങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ഞങ്ങളുടെ ഒരു ഹണിമൂൺ ട്രിപ്പ് എന്ന് വേണേൽ പറയാം അല്ലേ? അതെ അതെ, നമ്മൾ ഹണിമൂണും കൂടെ ആക്കി നമ്മൾ ഈ ട്രിപ്പ് അങ്ങ് ആസ്വദിക്കാൻ പോണേ. അപ്പം നമ്മൾ മൂന്നാർ എന്നിട്ട് നല്ലൊരു ടെൻറ്റ് ക്യാമ്പിങ്ങിലൊക്കെ കിടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കിടിലം വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണാൻ പോകണം. അതുകൊണ്ട് 2-3 പാർട്ടായിട്ടായിരിക്കും നമ്മുടെ ഈ വീഡിയോ വരുന്നത്. അതുകൊണ്ട് ഒരു വീഡിയോ പോലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണേണ്ടതാണ്. അപ്പോൾ ദേവുട്ടി കിട്ടാലോ? യെസ്. നമ്മൾ പാലായി തന്നെയുള്ള ഒരു വെജ് ഹോട്ടലിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാം. ഇത് കൊള്ളാമല്ലേ, നല്ലൊരു വാഴയില ഇങ്ങനെ ഒരു ചതുരത്തിലൊക്കെ കട്ട് ചെയ്ത് 3 ഇഡലി, സാമ്പാർ, ചമ്മന്തി. ഇതെന്താ ദേവുട്ടി സംഭവം? തക്കാളി ചട്നിയാണോ? എന്തായാലും കൊള്ളാം അല്ലേ, അടിപൊളിയായിട്ടുണ്ട്. അപ്പം കഴിച്ചിട്ട് കാണാം ഗൈസ്. ഫസ്റ്റ് നമ്മുടെ വെള്ളച്ചമ്മന്തി ഇങ്ങനെ ഒഴിക്കണം, സാമ്പാറും കൂടി ഇങ്ങനെ ഒഴിക്കണം. പീസ് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കുമ്പോൾ ഉള്ള സ്വാദുണ്ടല്ലോ, അടിപൊളിയാണ്. അല്ലെങ്കിൽ രാവിലെ വെജല്ലേ അടിപൊളി? നല്ലതാണോ? നല്ല കുറിയ ചമ്മന്തി. ഇഡലിക്ക് ശേഷം വേണ്ട ചൂട് കോഫി വന്നിട്ടുണ്ട്. ഗൈസ്, ഞങ്ങൾ വന്നപ്പോൾ ഇത്രയും വണ്ടി ഇവിടെ ഇല്ലായിരുന്നു. നമ്മുടെ ബൈക്ക് ഇതാണ്ട് ഇവിടെ ഇരിക്കുന്നു. ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞില്ലേ ബൈക്ക് അങ്ങോട്ട് മാറ്റി വെക്കാൻ. അപ്പം നമ്മുടെ ഉള്ളിൽ ചെറിയൊരു പുച്ഛഭാവം വന്നില്ലായിരുന്നു. പക്ഷേ അവർ പറഞ്ഞതിൻ്റെ കാര്യം ഇതാ. അപ്പോൾ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പം സെക്യൂരിറ്റിമാർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം കേട്ടോ. ൂറ്റി ലെഫ്റ്റ് തൃശ്ശൂർ എയർപോർട്ട് ലെഫ്റ്റ് ആട്ടോ. നമ്മുടെ എറണാകുളമൊക്കെ പോകുന്ന ലെഫ്റ്റാണ്. നേരെ മൂവാറ്റുപുഴയ്ക്കാണ്. റൈറ്റ് നമ്മുടെ തൊടുപുഴ ടൗണിലോട്ടാണ്. നേരെയാണ് നമുക്ക് മൂന്നാറിന് പോകേണ്ടത് കേട്ടോ. നേരെ പോകുമ്പോഴാണ് ദേവുട്ടിയുടെ കോളേജൊക്കെ ഉള്ളത്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ചെല്ലുമ്പോൾ ദേവുട്ടിയുടെ ഹോസ്റ്റലുണ്ടല്ലോ ദേവുട്ടി. ഒരുപാട് പ്രാവശ്യം ദേവുട്ടി ഞാൻ കാണാനൊക്കെ വന്നിട്ടുണ്ട്. റൈറ്റ് പോകുന്ന തൊടുപുഴ ടൗണാണ് കേട്ടോ. ഇനി നേരെ അടുത്ത ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഊന്നുകല്ല് അടിമാലിയാണ് കേട്ടോ. മെയിൻ ജംഗ്ഷൻ ഊന്നുകല്ല് അടിമാലിയാണ് നമ്മുടെ ഇവിടുന്ന് തൊടുപുഴ എന്നുള്ള മൂന്നാർ റൂട്ടിലെ പ്രധാനപ്പെട്ട ജംഗ്ഷൻസ്. ഇനിയും കാണാൻ പോകുന്നത് ദേവുട്ടി താമസിച്ച സ്റ്റേ തരുന്നൊരു വീടാണ്. വെങ്ങല്ലൂർ ഞാൻ പറഞ്ഞല്ലോ, അവർ അന്ന് അവിടെ ഒരു ചെറിയ ഹോം സ്റ്റേയിൽ താമസിച്ചു. പിന്നെ അവിടുത്തെ മാറേണ്ട ടൈമായപ്പോൾ അവർ ഇവിടെ നമ്മുടെ കോളേജിനടുത്ത്, കോളേജിലോട്ട് കയറുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീട് റെൻറ്റിനെടുത്ത് താമസിച്ചു. ആ വീടാണ് ഇതാ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന വീട്. കാണിച്ച ദേവുട്ടി അത് കണ്ടോ? ആ റൈറ്റ് സൈഡിൽ കാണുന്ന വീട് കണ്ടോ? അവിടാണ് ദേവുട്ടിയൊക്കെ താമസിച്ചത്, ദേവുട്ടിയും കൂട്ടുകാരികളൊക്കെ. ഞാനിവിടെ വന്ന് ദേവുട്ടിയെ വായി നോക്കിയിട്ടുണ്ടല്ലേ, ഇവിടെ കൊണ്ട് ബൈക്കിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. ദൈവമേ, ഇതെല്ലാം വീട്ടുകാരെ കേൾക്കുമ്പോൾ നമ്മളെ രാഗമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, കല്യാണം കഴിച്ചല്ലോ, പ്രേമിച്ചാൽ കെട്ടണം, അത്രയേ ഉള്ളൂ. കോപ്പറേറ്റീവ് ലോ കോളേജ്, കോപ്പറേറ്റീവ് സ്കൂൾ ഓഫ് ലോ കണ്ടോ. BBA LLB, BCom LLB, 5 ഇയർ LLB അല്ലേ. ഇതാ നേരെ പോകണം ദേവുട്ടിയുടെ കോളേജിലോട്ട്. നമുക്ക് ടൈമില്ല, ടൈം ഉണ്ടെന്ന് വെച്ചാൽ ടൈമുണ്ട്, എന്നാലും ഞങ്ങൾ അങ്ങോട്ട് കയറുന്നില്ല. നേരെ പോകുമ്പോഴാണ് ദേവുട്ടിയുടെ LLB കോളേജ് ഉള്ളത്. ഇനി നമുക്ക് നേരെ മൂന്നാർ വൈബുകളാണ് കേട്ടോ. ഇനിയുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം വരുന്ന നമ്മുടെ തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടൊക്കെ മാറി നമ്മൾ ഊന്നുകല്ലിനെ ലക്ഷ്യമാക്കി പോവുകയാണ്. അടുത്ത ജംഗ്ഷൻ ഊന്നുകല്ലാണ് കേട്ടോ. പ്രധാനപ്പെട്ട സിറ്റി എന്ന് പറഞ്ഞാൽ ഊന്നുകല്ലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അടിമാലിയാണ്. ഇതുവഴിയൊക്കെ പോകുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് വേണം പോകാൻ. കാരണം മൂന്നാർ റൂട്ട് ആയതുകൊണ്ടേ
ഒരുപാട് വാഹനങ്ങൾ എപ്പോഴും വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഇതുവഴി കടന്നു പോകുന്നവരും ഇവിടെ നിൽക്കുന്നവരും റോഡ് ക്രോസ് ചെയ്യുന്നവരും ഒക്കെ വളരെയധികം സൂക്ഷിക്കണം. അങ്ങനെ നമ്മൾ വന്നിരിക്കുകയാണ് നേര്യമംഗലം പാലം. നേര്യമംഗലം പാലം എന്ന് പറഞ്ഞാൽ മൂന്നാറിൻ്റെ ഒരു വെൽക്കം സ്റ്റേജ് എന്നൊക്കെ വേണം പറയാം. മൂന്നാറിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് നേര്യമംഗലം പാലമാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പുതിയ പാലം പണിയുമാണ്. ദേവൂട്ട് ഇത് കണ്ടപ്പോൾ എന്നോട് ചോദിക്കണേ ഡാം പണിയുവാണെന്ന്. ഡാം അല്ലടി, ഇത് പുതിയ പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ നേര്യമംഗലം പാലം. കണ്ടോ, യു ആർ എൻട്രിങ് അടിമാലി പോലീസ് സ്റ്റേഷൻ. ഓ, അടിമാലി പോലീസ് സ്റ്റേഷൻ്റെ ബോർഡാണല്ലോ കാണുന്നത്. ഓണ്ടേ എലിഫൻറ്റ് കണ്ടോ, എലിഫൻറ്റ് ഉണ്ട്, സൂക്ഷിക്കുക, ബോർഡ് കണ്ടോ. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് ഫോറസ്റ്റ് സെക്ഷനാണ്. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും വലിച്ചെറിയാതിരിക്കുക. നമ്മുടെ ഫോറസ്റ്റിനെ, നമ്മുടെ നാടിനെ നമ്മൾ വേണം സുരക്ഷിതത്വമായിട്ട് സൂക്ഷിക്കാം കേട്ടോ. ഐസ്ക്രീം വണ്ടിയൊക്കെ ഉണ്ടേ. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ലുമിനോ ഹോട്ടൽ. ഇവിടെ എല്ലാം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമല്ലോ ദേവു. മൂന്നാർ എപ്പം വന്നാലും ഈ റോഡിലും ഒക്കെ ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്ക് ഇങ്ങനെ തീരാപ്പണി പോലെ കിടപ്പുണ്ട് കേട്ടോ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, വർക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ്, നമ്മുടെ കേരളത്തിലെ ടൂറിസ്റ്റ് മേഖലകൾ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുവാണ്. ഉഞ്ഞത്തോട്ടി ക്ഷേത്രം, പിന്നെ ഈ ചെറിയ വന്യമൃഗങ്ങളൊക്കെ ചാടാൻ സാധ്യതയുണ്ട്. കുരങ്ങൻ പോലുള്ളതൊക്കെ ഇവിടെ ഏറെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുങ്ങളെക്കൂടെ നമ്മൾ സൂക്ഷിക്കണം, പരിഗണിക്കണം. വണ്ടിയൊക്കെ മാക്സിമം പെതുക്കെ പോകാൻ ശ്രമിക്കുക. ഇവിടെ തണുപ്പുണ്ടോ? നല്ല തണുപ്പുണ്ടല്ലേ, അടിപൊളി തണുപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ആനയുണ്ട്, സൂക്ഷിക്കുക. നോക്കേ കണ്ടോ, ജാഗ്രത. ആനത്താര ഗായ്സ്. ദേവൂട്ടി, ഞാൻ എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേവൂട്ടിയുടെ സംസാരം കേൾക്കാം. ഞാൻ ആനവണ്ടി ഇറങ്ങി വരുന്നു. ആനവണ്ടി കണ്ടോ, ആനവണ്ടി ഇറങ്ങി വരുന്നു. തൃശ്ശൂർ ഫാസ്റ്റ് പാസഞ്ചർ. ആനത്താരയുണ്ട്, സൂക്ഷിക്കണം. ഞാൻ ഈ എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ദേവൂട്ടി പറയാമെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും സാധനം ക്ഷമിക്കുക. റോഡിന് വീതി കൂട്ടുവാണ് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റ് വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഈ കാട്ടിക്കൂടി ഇങ്ങനെ ബൈക്കിലും കാറിലൊക്കെ പോകാൻ പക്കാ ഫീലല്ലേ. പ്രത്യേകിച്ച് ബൈക്കിൽ ഇങ്ങനെ പോകാൻ അടിപൊളി ഫീലാണ് കേട്ടോ. ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ, നമ്മുടെ സഹോദരങ്ങൾ അവിടെ എല്ലാം പണി ചെയ്യുന്നത്. മലയാളീസിനെ കാണാനേ കുറവാണ്. നമ്മളിങ്ങനെ കറങ്ങി നടക്കുമല്ലേ മൂന്നാറും അല്ലേ വാഗമണ്ണും ഒക്കെ. ഇവിടെ എല്ലാം നല്ല ബ്ലോക്കാണ് കേട്ടോ. കാരണം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ ബ്ലോക്കുണ്ട്. വണ്ടിയെല്ലാം ലൈനിലാണ് പോകുന്നത്. നമുക്ക് ഓവർടേക്ക് ചെയ്തൊക്കെ പോകാൻ പരിമിതിയുണ്ട്. കയറി പോകാം, പക്ഷേ സൂക്ഷിക്കണം, എതിരെ വണ്ടി വരും. ഇത് കണ്ടോ, ഇവിടെ എല്ലാം വർക്കാണ്. പാറ പൊട്ടിക്കുകയാണ്. പാറ പൊട്ടിച്ച് റോഡിന് വീതി കൂട്ടും കേട്ടോ. ഈ ഒരു 10 വർഷം കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു 5 വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിലുണ്ടായ ഒരുപാട് മാറ്റങ്ങളെ. ഈ റോഡും ഈ റൂട്ടൊക്കെ എങ്ങനെ കിടന്നതാണ്. ഇവിടെ മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലെയും റോഡുകളും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചെറിയ ലോക്കൽ റോഡുകളൊക്കെ ഉള്ളു ഇനിയൊന്നും നന്നാകാൻ കിടക്കുന്നത്. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. കേരളത്തിലെ ടൂറിസ്റ്റ് മേഖല ഒരുപാട് വളർന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സർക്കാരിൻ്റെ ഒരു ഭരണം കൊണ്ട്. നല്ല അഭിപ്രായം, നല്ലത് ചെയ്ത് നമ്മൾ സമ്മതിക്കണമല്ലോ. അതിപ്പോൾ ഏത് പാർട്ടിയാണെന്ന് പറഞ്ഞാലും നല്ലത് ചെയ്യുന്ന അംഗീകരിക്കും. ഇപ്പം ഭരിക്കുന്നവർ നല്ലത് ചെയ്യുന്നതുകൊണ്ട് അവർ അംഗീകരിക്കുന്നു. അടുത്തത് ആര് വന്നാലും നല്ലത് ചെയ്താൽ ആരായാലും അംഗീകരിക്കും. അപ്പം ഇതൊക്കെ ആനത്താരയാണ് കേട്ടോ. ഇവിടെയൊക്കെ ബോർഡുകളുണ്ടായിരുന്നു. ഈ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ എടുത്ത് മാറ്റിയതായിരിക്കാം. കണ്ടോ, ആന കണ്ടോ, ജാഗ്രത. ആനത്താര കണ്ടോ. റോഡുകളിൽ നല്ല ചെറിയ കുണ്ടും കുഴികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വരുന്ന ബൈക്കേഴ്സ് സൂക്ഷിക്കണം കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലൊരു വണ്ടി പോകുമ്പോൾ നമുക്ക് കുഴി കാണാൻ സാധിക്കത്തില്ല. എളുപ്പം ബ്രേക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഈ പാറയൊക്കെ ഉടനെ ഇടിക്കും കേട്ടോ. റൈറ്റ് സൈഡ് നല്ല കൊക്കയാണ് കേട്ടോ, വലിയ കൊക്കയാണ്. ഈറ്റച്ചെടികൾ ഒരുപാടുണ്ട്. ആനയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണല്ലോ ഈറ്റയാണോ ഈറയാണോ ദേവൂട്ടി? ഈറ്റയല്ലേ, ഈറയാണോ? ഗൈസ് ഒന്ന് കമൻറ്റ് ബിലോ, ഈറയാണോ ഈറ്റയാണോ എന്ന്. നല്ല തണുപ്പ് കേട്ടോ. ഈ മരങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ് കേട്ടോ. നല്ല തണുപ്പ്. നമ്മളെ സിറ്റി ലൈഫിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ഒന്ന് മാറി ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലൊരു ഫുൾ AC വണ്ടിയാണ് പോകുന്നത്. ഇതൊക്കെ ടൂറിസ്റ്റുകളാണ്. ലെഫ്റ്റ് സൈഡിൽ ഇത് കണ്ടോ. ഇനി ഇവിടെ എല്ലാം മതിൽ കെട്ടും അല്ലേ. ഈ സൈഡെല്ലാം മതിൽ കെട്ട് അടിപൊളിയാക്കും. കൊള്ളാം.
ഇതാണ്ട് ഇവിടെ ഒരു ഹിറ്റാച്ചി ഉണ്ട്. ഇവിടെ ഒരു ഹിറ്റാച്ചി ഉണ്ട് കണ്ടോ, പാറ ഇളക്കുക, അടിപൊളി. അപ്പോൾ എന്തായാലും നമ്മുടെ ടൂറിസ്റ്റ് മേഖലകളൊക്കെ വളരട്ടെ, വളർന്നുകൊണ്ടിരിക്കട്ടെ. മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ കേരളത്തിനെ തേടി ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇനി എത്താനും ഉണ്ട്. നമ്മളിങ്ങനെ മൂന്നാറിനെ ലക്ഷ്യമാക്കി പോകുന്നത്. ഇനി നമ്മുടെ അടുത്ത ടൗൺ എന്ന് പറഞ്ഞാൽ അടിമാലിയാണ് കേട്ടോ. അടിമാലി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, വളരെ എളുപ്പത്തിൽ നമുക്ക് മൂന്നാർ എത്താവുന്നതാണ്. റൈറ്റ് സൈഡിലൊരു പാറ കണ്ടോ, ആ പാറക്കൂട്ടം കണ്ടോ, ആ പാറയ്ക്കകത്ത് വേര് പറ്റി പിടിച്ചിരിക്കുകയാണ്. വർഷങ്ങൾ പഴക്കമുള്ളതാണ്. മൂന്നാർ റൂട്ട് പോകുന്നവർക്ക് അറിയാം, ആ വേര് ആ പാറയിൽ പറ്റി പിടിച്ച് നിൽക്കുകയാണ്. അത് നല്ല മരമായിരുന്നു, അത് വെട്ടി മാറ്റിയതാണ് നമ്മുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട്. ഇതാ ഇവിടെയും ഇത് കാണാം കേട്ടോ, ആനത്താര കാണാം, ആനത്താര കണ്ടോ. ഇവിടെ മുളയരി പായസം ഉണ്ട്, ഞാൻ പണ്ട് വന്നപ്പം കുടിച്ചേ മുളയരി പായസം, അടിപൊളിയാണ്. വേണോ മുളയരി പായസം വേണോ? മുളയുടെ അരി നല്ല ഞാൻ കുടിച്ചിട്ടുണ്ട് പണ്ട്. ഞാൻ പണ്ട് ലോഡുമായിട്ട്, നമ്മൾ ഡ്രൈവറാണല്ലോ, അപ്പോൾ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ഇതൊരു വന്നപ്പോഴൊക്കെ കുടിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ കയറി പോകാം, പക്ഷേ ചില സമയത്ത് കയറിപ്പോകാൻ പറ്റത്തില്ല കേട്ടോ, അപകടമാണ്. കാട്ടിക്കൂടൊക്കെ കൊല കൊണ്ടുവന്നുണ്ട് ദേവിട്ട്. ആന എങ്ങനെ ഇറങ്ങി വന്നാൽ വണ്ടിയോട് ആന തിന്നും. കൊള്ളാം. ചെറിയൊരു റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയത് എവിടെയാണ്? അതെ ഗൈസ്, നമ്മുടെ മൂന്നാറിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്ന, നേര്യമംഗലം പാലത്തിന് ശേഷം നമ്മളെ സ്വാഗതം ചെയ്യുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടത്തിലാണ് കേട്ടോ. നമുക്ക് ഭാഗ്യമുണ്ട്, ദേവിട്ടി പറയുകയും ചെയ്തു ഇച്ചിരിയെങ്കിലും വെള്ളം കാണുമെന്ന്. മഴയൊക്കെ പെയ്തുകൊണ്ട് നോക്കിയേ, വലിയ ശക്തമായിട്ട് കേട്ടില്ല. ഇതിൽ കാണുമെന്ന് ഞാനും പ്രതീക്ഷിച്ചായിരുന്നു, കാരണം 2 ദിവസമായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇവിടുത്തെ അവസ്ഥ എനിക്ക് അറിയത്തില്ല. എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ നോക്കിയാൽ മുകളിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട് കേട്ടോ. കൊള്ളാം, ചെറിയ രീതി എലി പിടിക്കുന്ന പോലെയുള്ള വെള്ളം അല്ലേ. അതായത് വെള്ളം കാണാൻ പറ്റും. ഞാൻ സത്യം പറഞ്ഞാൽ ഓർത്ത് വെള്ളം ഒട്ടും കാണത്തില്ലെന്ന് വിചാരിച്ച്. ഇതിൻ്റെ തൊട്ട് താഴോട്ട് വ്യൂ നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ തൊട്ട് താഴെയുള്ള വ്യൂ നിങ്ങൾ കണ്ടോ, അടിപൊളി. ഇവിടെയൊക്കെ ഒരു ഇതില്ല കേട്ടോ, ഇവിടെ പിടുത്തമായിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പാണ്. ഇവിടെ വന്ന് നിൽക്കുന്നവർ സൂക്ഷിക്കുക, പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് വരികയോ ചെയ്യില്ല കേട്ടോ. ഒരുപാട് പ്ലാസ്റ്റിക് ഉണ്ട് കേട്ടോ, പ്ലാസ്റ്റിക് ആളുകൾ വലിച്ചെറിയുന്നതാണ്. സ്ഥലം എങ്ങനെയുണ്ട്? ഇതിനു മുമ്പേ നേര്യമംഗലം പാലം കണ്ടുണ്ടോ? അല്ല സോറി, നമ്മുടെ ചീയപ്പാറ വെള്ളച്ചാട്ടം കണ്ടുണ്ടോ? ടൂർ വന്നേ സ്കൂളിൽ നിന്നല്ലേ? ആ, ദേവൂട്ടി പണ്ട് കോളേജിൽ നിന്ന് ടൂർ വന്നിട്ടുണ്ട്. വെറുതെ അതിന് പേരല്ലേ ടൂറെന്ന് പറയുന്നത്. അതെ, തൊട്ട് താഴെ കണ്ടോ ചെറിയൊരു കുളം കണ്ടോ, അവിടെ ഇറങ്ങിക്കാൻ രസമായിരിക്കും അല്ലേ. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, ഫോറസ്റ്റിൻ്റെ പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട്. അപ്പം തൊട്ടപ്പുറത്തെ നാളുകളൊക്കെ ഒരുപാട് ഫാമിലീസ് ഫോട്ടോ എടുക്കുകയും ടൂറിസ്റ്റുകളും ഇത് കണ്ട് ഈ പ്രൈവറ്റ് ബസ്സൊക്കെ എന്തിനും ഇത്ര സ്പീഡിൽ പോണേ. ഇത്രയും ടൂറിസ്റ്റുകളും ഇത്രയും ആളുകളും നിൽക്കുമ്പോൾ അഹങ്കാരം കൊള്ളാം. ഇത്രയും ആളുകളൊക്കെ നിൽക്കുമ്പോൾ ഇത്ര അഹങ്കരിച്ച് വണ്ടിയിൽ പോകുന്നത് വിവരക്കേടല്ലേ ദേവട്ടി? അല്ലേ, തീർച്ചയായിട്ടും ഭയങ്കര വിവരക്കേടാണ് കേട്ടോ. കാരണം ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഒരുപാട് ആളുകളും ഫാമിലിയും കൊച്ചു കുട്ടികളൊക്കെ ഇത് കാണാനും അത് കാണാനും അപ്പുറം ഇപ്പുറമൊക്കെ പോകും. അപ്പോൾ ഇത്ര സ്പീഡിൽ പോകുന്നത് ശുദ്ധ ഇതന്നെ ഞാൻ പറയത്തുള്ളൂ. ചീയപ്പാറ വെള്ളച്ചാട്ടത്തിനടുത്ത് ഒരുപാട് കച്ചവടങ്ങളുണ്ട് കേട്ടോ. നോക്കിയേ, ഈ തൊപ്പിയുടെ കാര്യമല്ലേ നീ പറഞ്ഞേ, വട്ടത്തൊപ്പി? അത് മറ്റേ കിലുക്കത്തിനകത്ത് സിനിമയ്ക്ക് അത് വെക്കുന്ന തൊപ്പി. ഇത് കണ്ടോ, മറ്റേ കുതിരപ്പുറത്തൊക്കെ പോകുമ്പോൾ വെക്കുന്ന തൊപ്പിയുണ്ട്. ഈ സാധനം കണ്ടോ, കുട്ടികളെ ആകർഷിക്കാൻ ഒത്തിരി കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയല്ലേ. ബൈനോക്കുലർ മേടിക്കാമെങ്കിൽ കാട്ടിക്കൂടെ ആന വരുന്നുണ്ടോ എന്ന് നോക്കാം. മേടിക്കണോ? ഈ സംഭവം കണ്ടോ, ബസ്സിലൊക്കെ തൂക്കിയിടുന്നത്. കുരങ്ങൻ വേണോ? കുരങ്ങനെ വേണം, കുരങ്ങൻ ഒരെണ്ണം ഉണ്ടെന്നോ. ഇത് കണ്ടോ ചേച്ചി ഇവിടെ പൈനാപ്പിള് സെറ്റ് ചെയ്യുന്ന. എത്ര ചേച്ചി ഒന്നിന്? ഇടണ്ട ഞാൻ മേടിക്കാം. എത്ര ഇത്? 30. ഓക്കെ. അപ്പോൾ തന്നെ ഇവിടെ എല്ലാം ഫോട്ടോഷൂട്ടാണ് കേട്ടോ, മൊത്തത്തിൽ ഫോട്ടോഷൂട്ടല്ലേ. ഇതാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം കണ്ടോ. ആ, ഇവിടെ വെള്ളം കിടപ്പുണ്ട്. വേണ്ട കൂട്ടി, എനിക്ക് ഇഷ്ടമുള്ള കൂട്ട് അവിടെ ഇറങ്ങണമല്ലോ. നല്ല തണുത്ത വെള്ളമായിരിക്കും. നോക്കിയേ ഗൈസ്, പണ്ടൊക്കെ ആളുകൾ ഇവിടെയൊക്കെ ഇറങ്ങുമായിരുന്നു, പിന്നീടാണ് ഇതൊക്കെ വേലിയൊക്കെ ഇട്ട് സെറ്റാക്കിയത്. കാരണം ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. നോക്കിയാണ്ടോ, കൊള്ളാം കൊള്ളാം. ചീയപ്പാറ വാട്ടർഫോൾസ് കഴിഞ്ഞ ഉടനെ നമുക്ക് മൂന്നാർ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് വാളറ വാട്ടർഫോൾസ് ആണ് കേട്ടോ. വാളറ വാട്ടർഫോൾസ് കണ്ടോ, അടിപൊളിയല്ലേ. വാളറ വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ നല്ല വെള്ളമുള്ളതേ കുട്ടി. ഈ ടൈം ആയതുകൊണ്ട്, ഈ ചൂട് സമയം ആയതുകൊണ്ടാണ് ഇവിടെ വെള്ളം കുറവ്. അല്ലാത്ത സമയത്ത് നമ്മുടെ ചീയപ്പാറക്കാട്ടിലും കൂടുതൽ വെള്ളം പോകുന്നൊരു സ്ഥലമാണ് ഈ വാളറ. നമുക്കൊരു ദിവസം മഴക്കാലത്ത് മൂന്നാർ വിസിറ്റ് ചെയ്യണം, നല്ല മഴയുള്ളപ്പം അല്ലേ. അതെ അതെ, വാട്ടർഫോൾസ് മാത്രം കാണാൻ വേണ്ടി മൂന്നാർ നമ്മുടെ തുടക്കമാണ്. ഇതൊക്കെ മൂന്നാർ യാത്രകളുടെ തുടക്കമാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടിപൊളി അടിപൊളി വീഡിയോസ് ഇനിയും പുറകെ വരുന്നതായിരിക്കും. വാളറ വാട്ടർഫോൾസ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ കാണുന്നതാണ് റിവർ ക്രോസ് സിപ്പ് ലൈൻ. കണ്ടോ, നമ്മുടെ മറ്റേ സിപ്പ് ലൈൻ ഉണ്ടല്ലോ, ഇപ്പം ട്രെൻഡിങ് ആണല്ലോ. ഇതൊക്കെ പുതിയതായിട്ട് തുടങ്ങിയതാണ് കേട്ടോ. ഒരു റിവർ ഉണ്ട്, നമ്മുടെ ആ ഒരു വാളറയെന്ന് കണ്ട ആ വെള്ളച്ചാട്ടത്തിൻ്റെ റിവർ ആയിരിക്കാം. അതിനെ ക്രോസ് ചെയ്ത് പോകുന്ന സിപ്പ് ലൈൻ ആട്ടോ. ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവിടെ കേട്ടോ, ടൂറിസ്റ്റുകളാണ് എല്ലാവരും. അടിപൊളി. ഏതാ? ആ, സൈക്ലിംഗ് ആ കമ്പി കൂടെ തന്നെ അല്ലേ. ആ, ഓക്കെ ഓക്കെ.
എന്തായാലും നമുക്കിപ്പം കയറാൻ ടൈമില്ല, എന്നെങ്കിലും ഇവിടെയൊക്കെ കയറാം. അങ്ങനെ നമ്മൾ അടിമാലി എത്തിയിട്ടുണ്ട് കേട്ടോ. അടിമാലി ടൗണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൂരെ ആ മല കാണാം. ഏകദേശം നമ്മുടെ ഇല്ലിക്കക്കല്ലിൻ്റെ ഒരു ലുക്ക് തോന്നും അതിൻ്റെ ടോപ്പ് കണ്ടാലേ. അങ്ങനെ ഗൈസ് നമ്മൾ മൂന്നാർ എത്തിയിരിക്കുകയാണ്. കറക്റ്റ് മൂന്നാർ എത്തിയിട്ടില്ല, മൂന്നാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ കയറുന്നത്. റൈറ്റ് പോകുന്നത് ആനച്ചാലാണ്. ആനച്ചാൽ പോകാതെ അവിടുന്ന് ലെഫ്റ്റ് കയറി ഒരു റൂട്ട് പോയതാണ്. കാരണം ആ റൂട്ട് ഞാൻ അങ്ങനെ വന്നിട്ടില്ല. അപ്പം അവിടുത്തെ ടാക്സിക്കാരോട്, ജീപ്പ് ഡ്രൈവർമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഈ റൂട്ടും കുഴപ്പമില്ല, ആനച്ചാൽ കയറി പോകുന്നത് കുറച്ച് കയറ്റം ഇറക്കമൊക്കെ ഉണ്ട്, ഇതുവഴിയാകുമ്പോൾ അത്ര പ്രശ്നമില്ല, ഇത് കുറച്ചും കൂടെ നല്ല റൂട്ടാണ്, ഏലക്കാടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. എന്നെ അങ്ങനെ ഒന്ന് പിടിച്ചേക്കാമെന്ന് കരുതി ഞങ്ങൾ ഇങ്ങനെ പിടിച്ചാണ്. എനിക്ക് അറിയത്തില്ല, അറിയാവുന്നവർ കറക്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ ഏതാ നല്ല റൂട്ടെന്നേ. ഇവിടെ എല്ലാം അടിപൊളിയായിട്ട് വർക്ക് നടക്കുവാണ്. ഇവിടെ നല്ല ഞങ്ങൾ നമ്മുടെ ഊന്നുകല്ലിന് അപ്പുറം മുതലേ നമ്മുടെ ഈ റോഡുകളിലെല്ലാം നല്ല അടിപൊളി വർക്കാണ്. നിങ്ങൾ നോക്കിയേ, ഇതെല്ലാം കണ്ടോ, പാറ പൊട്ടിക്കുന്നതിൻ്റെ പൊടി കണ്ടോ. നമുക്ക് പോലും പോകാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ നമുക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. കാരണം നാളത്തെ ഒരു തലമുറയ്ക്ക് മൂന്നാറൊക്കെ ആസ്വദിക്കാൻ വരണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ വരാൻ സാധിക്കും. നമ്മുടെ ഒരു സർക്കാർ ചെയ്യുന്ന കാര്യത്തോട് എനിക്ക് നല്ല യോജിപ്പുണ്ട്. കാരണം അടിപൊളിയാക്കി കേട്ടോ, മൂന്നാർ റോഡൊക്കെ നല്ല വീതിയായി. ഇതിൻ്റെ എല്ലാം പണി കഴിയുമ്പം ഈ സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ പണി കഴിയുന്ന സമയത്തുണ്ടല്ലോ അടിപൊളിയായിരിക്കും. നമുക്ക് ചുമ്മാ ചവിട്ടി കൊടുത്താൽ മതി, അപകടങ്ങൾ ഒഴിവാക്കി കിട്ടും, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് വരും. അതൊക്കെ നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് മാറും. കണ്ട് ഇവിടെ എല്ലാം റൈറ്റ് സൈഡിൽ കണ്ടോ, റൈറ്റ് സൈഡിലൊക്കെ നല്ല നല്ല വലിയ ബീമൊക്കെ വാർക്കുവാണേ. എന്തോ തപ്പുവാണ്. എന്താണ് തപ്പുന്നത്? പറയൂ, എന്തോ പറയാനുണ്ട്. ഞാൻ പറഞ്ഞിട്ട് എന്തോ വന്ന് ഗായ്സ്, ലിഫ്റ്റിക്ക് തീർന്നെന്ന് തോന്നുന്നു കേട്ടോ. പൊടിയൊക്കെ അടിച്ച് അപ്പം മൂന്നാറത്തുന്നതിന് മുമ്പ് അതൊന്ന് തേക്കണമെന്നും പറഞ്ഞ് തപ്പുവോ കക്ഷി. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ ഈ ബൈക്കേ വന്ന് നമ്മൾ വ്ളോഗ് ചെയ്യുമ്പം നിങ്ങൾ കാണുമ്പോൾ എളുപ്പമായിരിക്കും, പക്ഷേ ഭയങ്കര പാടാണ്. ദേവൂട്ടിക്കായാലും എനിക്കായാലും ദേഷ്യം വരും. കാരണം ക്യാമറ ഓണാക്കി ഓഫാക്കി ഇടയ്ക്ക് ഈ മൊബൈലെടുത്ത് വാങ്ങി വെക്കേണ്ടതൊക്കെ വരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നേരെ മുകളിൽ നമുക്കൊരു മാതാവിൻ്റെ പള്ളി കാണാം കേട്ടോ. അവിടെ മാതാവിൻ്റെ ഒരു സ്തൂപമുണ്ട്. അടിപൊളി തണുപ്പാണ് കേട്ടോ, നല്ല കിടിലൻ തണുപ്പ്. ഞാൻ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് നോക്കിയില്ലല്ലേ. കാണിച്ചേ കണ്ടോ, ഇതേത് കമ്പനിയുടെ ലിബാമാണോ? ഈ ലിബാമും ലിപ്സ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല കളർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സെലക്ട് ചെയ്ത കളറല്ലേ ഇത്? അതെ ഗൈസ്, അപ്പോൾ പോയേക്കാം. നമ്മുടെ ചെറുക്കനെ നിങ്ങൾ നോക്കിക്കേ, വാഗമണ്ണെന്ന് വരുന്നത് മൂന്നാർ. എന്നിട്ട് നല്ല കിടിലം കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് ചെറുക്കനെ വെച്ചിട്ട്. ഒരു വണ്ടി കയറി വരുന്ന കാഴ്ച നിങ്ങൾ കണ്ടോ, അടിപൊളിയല്ലേ, പോളി. ഈ കാണുന്നത് മൂന്നാർ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വാച്ച് ടവറാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം കൊടുത്ത് എന്തോ റിസോർട്ടോ പാർക്കോ വല്ലതും വിചാരിച്ച് അങ്ങനെ വന്ന് ചോദിച്ചപ്പോഴാണ്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്നാലും ഒരു ഡൗട്ട്, പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വാച്ച് ടവറാണ്. 30 രൂപയാണ് ഫീസ് കേട്ടോ. നമ്മൾ പള്ളിവാസൽ 2ാം മൈലിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു വ്യൂ നിങ്ങളെ ഞാൻ കാണിക്കാവേ. എൻ്റെ മോനെ പോളി, അടിപൊളി. നോക്കി, 2ാം മൈലിൽ നിന്നുള്ള വ്യൂ ആണ്. ഫുൾ തേയിലത്തോട്ടമാണ് കേട്ടോ. ഇതേത് ടീമിൻ്റെ പ്ലാന്റേഷൻ ആണെന്ന് നമുക്കറിയത്തില്ല. അടിപൊളിയാണ്, നല്ല രസമുണ്ട്. അപ്പം ദൂരെ റോഡുകൾ, നമ്മളിനി ഇതുവഴിയൊക്കെ ആയിരിക്കും മൂന്നാറോട്ട് പോകുന്നത്. എനിക്ക് ഈ റൂട്ട് അറിയത്തില്ല, എനിക്ക് ആനച്ചാൽ വഴി വരുന്നത് മാത്രമേ അറിയത്തുള്ളൂ. ദേവട്ടി എങ്ങനെയുണ്ട്? കൊള്ളോ? പറയൂ. അതെ, നമ്മുടെ വേലിപ്പരത്ത് ഇത് ഇവിടെ നിൽക്കുന്നതാണ് അടിപൊളിയല്ലേ? അതെ, സൂപ്പറേ. ഇനി മൂന്നാറിന് ഇവിടുന്ന് 8 കിലോമീറ്റർ. ഇത് 2ാം മൈലാണ്, പള്ളിവാസൽ 2ാം മൈലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഒരുപാട് ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ആളുകളുണ്ട്. 50 രൂപയാണ് ചാർജ് പറയുന്നത്. നമ്മുടെ അടിപൊളി ഫോട്ടോ എടുത്ത് കൊടുക്കും. ഒരു ഫോട്ടോയ്ക്ക് 50 രൂപ എന്നാണ് പറയുന്നത് കേട്ടോ. എന്നാലും നമ്മൾ അതിനൊന്നും നിൽക്കുന്നില്ല, ഇപ്പോൾ ഒന്നാമത് ടൈമില്ല അല്ലേ ദേവട്ടി? ദൂരെ നമ്മുടെ ആനവണ്ടി വരുന്നുണ്ട് കേട്ടോ. 2 സൈഡിൽ ഈ തേയിലയായിരുന്നെങ്കിൽ ആനവണ്ടി രസമായിരുന്നു. എന്നാലും നമുക്ക് എടുത്ത് നോക്കാം. നമ്മുടെ ആനവണ്ടി കയറി വരുന്നുണ്ടോ, അടിപൊളിയല്ലേ കണ്ടോ. മൂന്നാർ തേയിലത്തോട്ടത്തിന് നടുക്കൂടെ വന്നാൽ പൊളിയായിരിക്കും ഗായ്സ്. അപ്പം നമ്മുടെ തൊട്ടുപുറകെ കാണുന്ന ബോർഡ് കണ്ടോ, വെൽക്കം ടു മൂന്നാർ. അതാണ് ഇതിൻ്റെ ഒരു സ്വാഗത ബോർഡല്ലേ. നമ്മുടെ മൂന്നാറിലേക്ക് നമുക്ക് സ്വാഗതം. മൂന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ബോർഡാണ് കേട്ടോ. ഞങ്ങൾ നല്ലൊരു ലൊക്കേഷൻ കണ്ടപ്പോഴത്തേന് വണ്ടി നിർത്തുന്ന വീഡിയോ എടുത്തത് കേട്ടോ. ഇവിടെ റോഡിന് അത്ര വീതിയില്ല, നമുക്ക് വണ്ടി എടുക്കാം. കൊള്ളാമല്ലേ, അടിപൊളിയല്ലേ. വെൽക്കം ടു മൂന്നാറിൻ്റെ ബോർഡും നമ്മുടെ 220 ദേവൂട്ടിയും ക്യാമറയുടെ പുറകിൽ ഞാനും ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെ ഉള്ള ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ളത് തോന്നുന്നു മൂന്നാറിന് ഇവിടെ നിന്ന് അങ്ങോട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ മൂന്നാർ എത്തിയിട്ടുണ്ട്. നമ്മളെ മൂന്നാർ സ്വാഗതം ചെയ്തിട്ടുണ്ട്, സുഹൃത്തുക്കളെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. കാണുന്നതാണ് നമ്മുടെ മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡ് കേട്ടോ. ദൂരെ കാണുന്ന ബസ് നിങ്ങൾക്ക് കണ്ടിട്ട് എവിടെയെങ്കിലും കണ്ട പോലെ പരിചയം തോന്നുന്നുണ്ടോ? അതാണ് നമ്മുടെ മൂന്നാർ പുതിയതായിട്ട് KSRTC തുടങ്ങിയ ഡബിൾ ഡെക്കറിൻ്റെ ഒരു സർവീസ് കേട്ടോ. ഇപ്പോൾ ആളുകളൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്, ടിക്കറ്റും കാര്യമൊക്കെ എങ്ങനെയൊന്നും അറിയത്തില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് മൂന്നാർ ടൗണിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രോപ്പർ മൂന്നാർ ടൗൺ കണ്ടോ. മൂന്നാർ ഇവിടുന്നാണ് നമ്മൾ പല ഭാഗങ്ങളിലോട്ട് തിരിയുന്നത്. ഇനി ഇവിടുന്ന് ഒരു ഹോട്ടൽ കണ്ടെത്തുന്നത് വളരെ റിസ്ക്കാണ്. കാരണം ഞാൻ പണ്ട് വന്നതാണ് മൂന്നാർ. എനിക്ക് മൂന്നാർ അത്ര പരിചയമില്ല കേട്ടോ. ദേവൂട്ടിക്ക് അറിയാവോ?
അപ്പം നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കണം. ഇവിടുന്ന് വട്ടവടയ്ക്ക്, മറയൂർ അങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോ റൂട്ടാണ്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ വരുന്ന ഓരോ വീഡിയോസിൽ കാണിക്കാം. ഇപ്പം നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടെത്തുക, ഫുഡ് കഴിക്കുക. ഒരു ഹോട്ടൽ മഹാറാണി കിട്ടിയിട്ടുണ്ട്. ഇവിടെ കയറി ഫുഡ് കഴിക്കാം കേട്ടോ. നല്ല തിരക്ക് ഇവിടെ അല്ലേ. കയറിയേക്കാം. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ബാ, നമുക്ക് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ടോ. തേയില വണ്ടി പോകുന്നുണ്ടോ, തേയിലച്ചെടിയുടെ കൊണ്ട് വണ്ടി പോകുന്നുണ്ടോ. ഹോട്ടൽ മഹാറാണി നല്ല റെസ്റ്റോറൻ്റ് ഇവിടെ. തിരക്കാണോ? വലിയ റെസ്റ്റോറൻ്റ് അല്ലേ, കുഴപ്പമില്ല. ഈ സമയമായോണ്ട് അടി ഗൈസ് ഇവിടെ എല്ലാം തിരക്കാട്ടോ. ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റുകളും ഫുള്ളാണ് ഗൈസ്. മൂന്നാർ വന്നിട്ട് ഞങ്ങൾ 2 ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ദേവൂട്ടിക്ക് ചിക്കൻ ബിരിയാണിക്ക് അതൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യം തോന്നിയത് എന്താണ് പറയൂ. ഇത് കണ്ടോ, തേങ്ങാ ചമ്മന്തി കണ്ടോ. തേങ്ങാ ചമ്മന്തി ഇന്നുവരെ നമ്മൾ കണ്ടിട്ടില്ലല്ലേ. ആദ്യമായിട്ടാണ് ഞാൻ ചിക്കൻ ബിരിയാണിക്കകത്ത് തേങ്ങാ ചമ്മന്തി കാണുന്നത്. കുറ്റം പറഞ്ഞല്ല, അതെ നമ്മൾ കുറ്റമൊന്നും പറഞ്ഞല്ല, ഫസ്റ്റ് ടൈമാണ് അങ്ങനെ കാണുന്നത് കേട്ടോ. അടിപൊളി ബിരിയാണിയാണ് കേട്ടോ, നല്ല മണമുണ്ട്. ഇനി കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട്. അതേവിട്ട് നോക്കിയേ, ടേസ്റ്റ് പറ എങ്ങനെയുണ്ട് മൂന്നാറെ ഒരു ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റ്. ഒന്ന് കഴിച്ചേ. വേറൊരു കളറല്ലേ നമ്മുടെ മറ്റു ബിരിയാണിയുടെ അല്ല കേട്ടോ. ഇച്ചിരി ഗ്രേവി ടൈപ്പാണ് ബിരിയാണി. മുട്ടയുണ്ടല്ലേ, മുട്ട, പപ്പടം, സലാഡ്, തേങ്ങാ ചമ്മന്തി, ഇത്രയേ ഉള്ളൂ കേട്ടോ. കഴിച്ചിട്ട് അഭിപ്രായം പറയൂ. എങ്ങനെയുണ്ട് നമ്മുടെ ബിരിയാണി ഇത് തമ്മിലുള്ള വ്യത്യാസം തന്നെ? ആ, ഇത് ഗ്രേവി ടൈപ്പ് അല്ലേ, നല്ലതായിട്ട് ഗ്രേവിയിൽ ഇങ്ങനെ കുഴഞ്ഞ് കിടക്കുക. ചെറിയ റൈസാണ്, കുഴപ്പമില്ലല്ലേ. തേങ്ങാ ചമ്മന്തി ഇത് കഴിച്ചു നോക്കി, നോർമലല്ലേ, നമ്മുടെ കൂട്ട് തന്നെ. ഓക്കെ ഗൈസ്, ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഇതൊരു മുട്ടയുണ്ട്, പിന്നെ സലാഡുണ്ട്, പപ്പടമുണ്ട്, തേങ്ങാ ചമ്മന്തി ഉണ്ട്. അപ്പം ഒന്ന് തേങ്ങാ ചമ്മന്തി ഇങ്ങനെ ഉടക്കുക, ഇളക്കുക. കുഴപ്പമില്ല ഗൈസ്, നമ്മുടെ നോർമൽ ബിരിയാണിയുടെ ആ ടേസ്റ്റ്. പിന്നെ മസാലയല്ലേ അത് തന്നെ, കുറച്ച് മസാല ടൈപ്പും ഗ്രേവി ടൈപ്പുമാണ്. ഗ്രേവി ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രേവിയിൽ ഇങ്ങനെ കുഴഞ്ഞു കിടക്കത്തില്ലേ, അത് ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യണം ദേവൂട്ടി? അതെ, ബെല്ലൈക്കൺ ഓൾ ചെയ്യണം. അതെ. അപ്പം ഇനിയിപ്പോൾ നമുക്കിവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കണം. ഈ എല്ലാ വീഡിയോകളും ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ലെങ്തായി പോകും. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് കാണുന്ന പേരെ മൂന്നാറിൽ നിന്നും ദേവികദാസും അനന്ത സുരേഷും ബൈ ബൈ പറയുന്നു. അടുത്ത വീഡിയോ കാണാം.